PSC ക്വസ്റ്റ്യൻ കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സർക്കാർ നടപ്പിലാക്കിയ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ നിന്ന് തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എന്നാൽ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭവനരഹിതരായ എല്ലാവർക്കും വീട് നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻസ്: ആശ്വാസകിരണം, ലൈഫ് മിഷൻ, ആശ്രയ, സുകൃതം. ഉത്തരം ഓപ്ഷൻ ബി, ലൈഫ് മിഷൻ. രണ്ടാമത്തെ ചോദ്യം, ലൈഫ് മിഷൻ പദ്ധതിയുടെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻസ്: ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫൈനാൻഷ്യൽ എംപവർമെൻറ്റ്, ലിവിങ് ഈസ് ഫോർ എവരിവൺ, ലൈഫ് ഇൻ്റഗ്രേഷൻ ഫോർ ഫൈനാൻഷ്യൽ എംപവർമെൻറ്റ്, ലൈവ്ലിഹുഡ് ആൻഡ് ഇൻ്റഗ്രേഷൻ ഫോർ ഫാമിലി എംപവർമെൻറ്റ്. ഉത്തരം ഓപ്ഷൻ എ, ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫൈനാൻഷ്യൽ എംപവർമെൻറ്റ്. മൂന്നാമത്തെ ചോദ്യം, കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. ഓപ്ഷൻസ്: സ്നേഹസ്പർശം, സമാശ്വാസം, ആശ്വാസകിരണം, കാരുണ്യ. ഉത്തരം ഓപ്ഷൻ സി, ആശ്വാസകിരണം. നാലാമത്തെ ചോദ്യം, BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് വെച്ചു കൊടുക്കുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി. ഓപ്ഷൻസ്: വയോമിത്രം, സായംപ്രഭ, മന്ദഹാസം, വയോരക്ഷ. ഉത്തരം ഓപ്ഷൻ സി, മന്ദഹാസം. അഞ്ചാമത്തെ ചോദ്യം, അവിവാഹിതരായ അമ്മമാരെയും അവരുടെ കുട്ടികളെയും സംരക്ഷിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻസ്: അഭയകിരണം, എൻ്റെ കൂട്, സ്നേഹസ്പർശം, മംഗല്യ. ഉത്തരം ഓപ്ഷൻ സി, സ്നേഹസ്പർശം. ആറാമത്തെ ചോദ്യം, കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമുള്ള പദ്ധതി. ഓപ്ഷൻസ്: നിർഭയ, കാവൽ, താലോലം, കളിപ്പെട്ടി. ഉത്തരം ഓപ്ഷൻ ബി, കാവൽ. ഏഴാമത്തെ ചോദ്യം, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള കേരള സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഓപ്ഷൻസ്: ആയുഷ്മാൻ ഭാരത്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, മെഡിസെപ്, സുകൃത. ഉത്തരം ഓപ്ഷൻ സി, മെഡിസെപ്. എട്ടാമത്തെ ചോദ്യം, കേൾവിക്കുറവുള്ള 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയിലൂടെ കേൾവിശക്തി നൽകുന്ന പദ്ധതി. ഓപ്ഷൻസ്: കാതോരം, ശ്രുതി തരംഗം, ധ്വനി, സ്വാശ്രയ. ഉത്തരം ഓപ്ഷൻ ബി, ശ്രുതി തരംഗം. ഒൻപതാമത്തെ ചോദ്യം, എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര സഹായ പദ്ധതി. ഓപ്ഷൻസ്: സ്നേഹസാന്ത്വനം, അതിജീവനം, ആശ്രയ, കൈത്താങ്ങ്. ഉത്തരം ഓപ്ഷൻ എ, സ്നേഹസാന്ത്വനം. പത്താമത്തെ ചോദ്യം, അനാഥരായ കുട്ടികൾക്ക് ബന്ധുഗൃഹങ്ങളിൽ താമസിച്ചു പഠിക്കാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? ഓപ്ഷൻസ്: താലോലം, സ്നേഹപൂർവം, വിദ്യാജ്യോതി, അഭയകിരണം. ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹപൂർവം. 11ാമത്തെ ചോദ്യം, നഗരപ്രദേശങ്ങളിലെ 65 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് സൗജന്യ വൈദ്യസഹായവും മരുന്നുകളും നൽകുന്ന പദ്ധതി. ഓപ്ഷൻസ്: വയോമധുരം, മന്ദഹാസം, വയോമിത്രം, ആശ്വാസകിരണം. ഉത്തരം ഓപ്ഷൻ സി, വയോമിത്രം. 12ാമത്തെ ചോദ്യം, അർബുദം, ഹൃദ്രോഗം, വൃക്കരോഗം തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതി. ഓപ്ഷൻസ്: സുകൃതം, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, താലോലം, ആശ്വാസകിരണം. ഉത്തരം ഓപ്ഷൻ ബി, കാരുണ്യ ബെനവലന്റ് ഫണ്ട്. 13ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ്? ഓപ്ഷൻസ്: തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ. ഉത്തരം ഓപ്ഷൻ സി, കോഴിക്കോട്. 14ാമത്തെ ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം. ഓപ്ഷൻസ്: 1997, 1998, 1999, 2000. ഉത്തരം ഓപ്ഷൻ ബി, 1998. 15ാമത്തെ ചോദ്യം, സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്രമായ ആരോഗ്യ പരിശോധന നടത്തുന്ന പദ്ധതി. ഓപ്ഷൻസ്: ശലഭം, അമ്മത്തൊട്ടിൽ, താലോലം, ന്യൂബോൺ സ്ക്രീനിംഗ്. ഉത്തരം ഓപ്ഷൻ ഡി, ന്യൂബോൺ സ്ക്രീനിംഗ്. 16ാമത്തെ ചോദ്യം, വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി. ഓപ്ഷൻസ്: എൻ്റെ കൂട്, ഷീ ലോഡ്ജ്, അഭയ, ഷീ ഹെൽപ്പ് ലൈൻ. ഉത്തരം ഓപ്ഷൻ ബി, ഷീ ലോഡ്ജ്.
17ാമത്തെ ചോദ്യം. ഭിന്നശേഷിക്കാരായ കുട്ടികളെ മറ്റു കുട്ടികൾക്കൊപ്പം ഒരേ ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കുന്നതിനുള്ള സംയോജിത വിദ്യാഭ്യാസ പദ്ധതി. ഓപ്ഷൻസ്: അനുയാത്ര, IEDC, സ്വാശ്രയ, വിജയാമൃത. ഉത്തരം ഓപ്ഷൻ ബി, IEDC. 18ാമത്തെ ചോദ്യം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി. ഓപ്ഷൻസ്: സുകൃതം, കാരുണ്യ, ആയുർദളം, ആരോഗ്യ കിരണം. ഉത്തരം ഓപ്ഷൻ ഡി, ആരോഗ്യ കിരണം. 19ാമത്തെ ചോദ്യം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി. ഓപ്ഷൻസ്: മഴവില്ല്, സ്വാശ്രയ, സമന്വയ, പരിരക്ഷ. ഉത്തരം ഓപ്ഷൻ സി, സമന്വയ. 20ാമത്തെ ചോദ്യം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേര്. ഓപ്ഷൻസ്: സഹായഹസ്തം, മംഗല്യ, പരിണയം, സ്നേഹക്കൂട്. ഉത്തരം ഓപ്ഷൻ സി, പരിണയം. 21ാമത്തെ ചോദ്യം. അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻസ്: പോഷൺ അഭിയാൻ, സമ്പുഷ്ട കേരളം, അമൃതം ആരോഗ്യം, ക്ഷീരധാര. ഉത്തരം ഓപ്ഷൻ ബി, സമ്പുഷ്ട കേരളം. 22ാമത്തെ ചോദ്യം. ഭിന്നശേഷിയുള്ള അമ്മമാരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതി. ഓപ്ഷൻസ്: വിദ്യാകിരണം, മാതൃജ്യോതി, വിദ്യാജ്യോതി, സഹചാരി. ഉത്തരം ഓപ്ഷൻ ബി, മാതൃജ്യോതി. 23ാമത്തെ ചോദ്യം. വിധവകളുടെ പുനർവിവാഹത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. ഓപ്ഷൻസ്: അഭയകിരണം, മംഗല്യ, സഹായഹസ്തം, സ്നേഹസ്പർശം. ഉത്തരം ഓപ്ഷൻ ബി, മംഗല്യ. 24ാമത്തെ ചോദ്യം. കേരളത്തിലെ അങ്കണവാടികളിലെ കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം മുട്ടയും പാലും നൽകുന്ന പദ്ധതി. ഓപ്ഷൻസ്: പോഷക ബാല്യം, അമൃതം ന്യൂട്രിമിക്സ്, ക്ഷീരധാര, പോഷൺ അഭിയാൻ. ഉത്തരം ഓപ്ഷൻ എ, പോഷക ബാല്യം. 25ാമത്തെ ചോദ്യം. 18 വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതി. ഓപ്ഷൻസ്: സുകൃതം, കാരുണ്യ, താലോലം, ആശ്വാസ കിരണം. ഉത്തരം ഓപ്ഷൻ സി, താലോലം. 26ാമത്തെ ചോദ്യം. കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? ഓപ്ഷൻസ്: ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി, അയൽക്കൂട്ടം, ഗ്രാമസഭ. ഉത്തരം ഓപ്ഷൻ സി, അയൽക്കൂട്ടം. 27ാമത്തെ ചോദ്യം. രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സഹായത്തിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻസ്: നിർഭയ, പിങ്ക് പെട്രോൾ, ഷീ ടാക്സി, എൻ്റെ കോഡ്. ഉത്തരം ഓപ്ഷൻ ബി, പിങ്ക് പെട്രോൾ. 28ാമത്തെ ചോദ്യം. തെരുവിൽ അലയുന്നവർക്കും യാചകർക്കുമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതി. ഓപ്ഷൻസ്: ആശ്രയ, അഭയ, ഒരു വയറൂട്ടാം, എൻ്റെ കൂട്. ഉത്തരം ഓപ്ഷൻ എ, ആശ്രയ. 29ാമത്തെ ചോദ്യം. ഭിന്നശേഷിക്കാർക്കുള്ള സമഗ്ര തിരിച്ചറിയൽ കാർഡ് നൽകുന്ന കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതി. ഓപ്ഷൻസ്: സ്വാവലംബൻ, UDID, ആധാർ, അനുയാത്ര. ഉത്തരം ഓപ്ഷൻ ബി, UDID. 30ാമത്തെ ചോദ്യം. ഉപേക്ഷിക്കപ്പെടുന്ന നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് സ്ഥാപിച്ച സംവിധാനം. ഓപ്ഷൻസ്: അമ്മത്തൊട്ടിൽ, തണൽ, അഭയ, ബാലമന്ദിരം. ഉത്തരം ഓപ്ഷൻ എ, അമ്മത്തൊട്ടിൽ. 31ാമത്തെ ചോദ്യം. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാൻ സഹായം നൽകുന്ന പദ്ധതി. ഓപ്ഷൻസ്: സഹചാരി, മാതൃജ്യോതി, സ്നേഹസ്പർശം, പരിരക്ഷ. ഉത്തരം ഓപ്ഷൻ ബി, മാതൃജ്യോതി. 32ാമത്തെ ചോദ്യം. സർക്കാർ ആശുപത്രികളിൽ ലഭ്യമായ സൗകര്യങ്ങളെയും സേവനങ്ങളെയും കുറിച്ച് വിവരം നൽകുന്ന ആരോഗ്യ വകുപ്പിൻ്റെ കോൾ സെന്റർ. ഓപ്ഷൻസ്: ദിശ, ഹെൽപ്പ് ലൈൻ, ആരോഗ്യവാണി, ആശ്വാസ്. ഉത്തരം ഓപ്ഷൻ എ, ദിശ. 33ാമത്തെ ചോദ്യം. സംസ്ഥാനത്തെ മുഴുവൻ അർഹരായ കുടുംബങ്ങൾക്കും സൗജന്യമായി അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന പദ്ധതി. ഓപ്ഷൻസ്: കെനെറ്റ്, കെ-ഫോൺ, ഭാരത് നെറ്റ്, ഫൈബർ കേരള. ഉത്തരം ഓപ്ഷൻ ബി, കെ-ഫോൺ. 34ാമത്തെ ചോദ്യം. തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയും കിടപ്പിലായ മാതാപിതാക്കളുള്ള കുട്ടികളെയും പരിപാലിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതി. ഓപ്ഷൻസ്: ആശ്വാസകിരണം, അതിജീവനം, സമാശ്വാസം, അഭയകിരണം.
ഉത്തരം ഓപ്ഷൻ സി സമാശ്വാസം. 35-ാമത്തെ ചോദ്യം. സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻസ് വിമുക്തി, കവചം, നേർവഴി, ശുദ്ധികലശം. ഉത്തരം ഓപ്ഷൻ എ വിമുക്തി. 36-ാമത്തെ ചോദ്യം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായം നൽകുന്ന കുടുംബശ്രീ പദ്ധതി. ഓപ്ഷൻസ് ആശ്രയ, മുന്നോട്ട്, ഗൃഹശ്രീ, പ്രേരണ. ഉത്തരം ഓപ്ഷൻ ഡി പ്രേരണ. 37-ാമത്തെ ചോദ്യം. കോവിഡ് ബാധിച്ച് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്കുള്ള പ്രത്യേക സാമ്പത്തിക സഹായ പദ്ധതി. ഓപ്ഷൻസ് അതിജീവനം, കൈത്താങ്ങ്, COVID-19 ആശ്വാസനിധി, PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ. ഉത്തരം ഓപ്ഷൻ ബി കൈത്താങ്ങ്. 38-ാമത്തെ ചോദ്യം. സുഹൃതം പദ്ധതി ഏത് രോഗത്തിന്റെ സൗജന്യ ചികിത്സയ്ക്കായാണ് കേരള സർക്കാർ ആരംഭിച്ചത്? ഓപ്ഷൻസ് ഹൃദ്രോഗം, വൃക്കരോഗം, ക്യാൻസർ, കരൾ രോഗം. ഉത്തരം ഓപ്ഷൻ സി ക്യാൻസർ. 39-ാമത്തെ ചോദ്യം. സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതി. ഓപ്ഷൻസ് നിർഭയ, വനിതാ സ്വയം രക്ഷാ പദ്ധതി, കവചം, ഷീൽഡ്. ഉത്തരം ഓപ്ഷൻ ബി വനിതാ സ്വയം രക്ഷാ പദ്ധതി. 40-ാമത്തെ ചോദ്യം. അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി നടപ്പിലാക്കിയ പ്രത്യേക പദ്ധതി. ഓപ്ഷൻസ് കമ്മ്യൂണിറ്റി കിച്ചൺ, ജനകീയ ഹോട്ടൽ, തേനമൃത് ന്യൂട്രിബാർ, പോഷക ഗ്രാമം. ഉത്തരം ഓപ്ഷൻ സി തേനമൃത് ന്യൂട്രിബാർ. 41-ാമത്തെ ചോദ്യം. കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ് കോഴിക്കോട്, എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം. ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 42-ാമത്തെ ചോദ്യം. 60 വയസ്സിന് മുകളിലുള്ള പ്രമേഹ രോഗികളായ BPL വിഭാഗക്കാർക്ക് സൗജന്യമായ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി. ഓപ്ഷൻസ് മധുരം, ഇൻസുലിൻ ബാങ്ക്, വയോമധുരം, ജീവൻ രക്ഷ. ഉത്തരം ഓപ്ഷൻ സി വയോമധുരം. 43-ാമത്തെ ചോദ്യം. ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. ഓപ്ഷൻസ് അനുയാത്ര, സഹചാരി, സ്വാശ്രയ, പ്രതീക്ഷ. ഉത്തരം ഓപ്ഷൻ എ അനുയാത്ര. 44-ാമത്തെ ചോദ്യം. ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ഓപ്ഷൻസ് കൈവല്യ, ആശ്രയ, സ്വാശ്രയ, അതിജീവനം. ഉത്തരം ഓപ്ഷൻ എ കൈവല്യ. 45-ാമത്തെ ചോദ്യം. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധനയും കണ്ണട വിതരണവും നൽകുന്ന കാഴ്ച പദ്ധതി ഏത് വകുപ്പിന്റെ കീഴിലാണ്? ഓപ്ഷൻസ് വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഉത്തരം ഓപ്ഷൻ സി സാമൂഹ്യനീതി വകുപ്പ്. 46-ാമത്തെ ചോദ്യം. കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്ന പദ്ധതി. ഓപ്ഷൻസ് ബാരിയർ ഫ്രീ കേരള, സഹചാരി, അനുയാത്ര, കൈവല്യ. ഉത്തരം ഓപ്ഷൻ എ ബാരിയർ ഫ്രീ കേരള. 47-ാമത്തെ ചോദ്യം. സ്ത്രീധനത്തിനെതിരെ വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി. ഓപ്ഷൻസ് നിർഭയ, സ്ത്രീധനരഹിത കേരളം, കനൽ, മംഗല്യം. ഉത്തരം ഓപ്ഷൻ സി കനൽ. 48-ാമത്തെ ചോദ്യം. ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമപ്രകാരം ഓരോ ജില്ലയിലും നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ. ഓപ്ഷൻസ് വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ, സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ, ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി, വനിതാ കമ്മീഷൻ അംഗം. ഉത്തരം ഓപ്ഷൻ എ വുമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ. 49-ാമത്തെ ചോദ്യം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതി. ഓപ്ഷൻസ് ലക്ഷ്യ, ഉന്നതി, വിദ്യാജ്യോതി, സിവിൽ സർവീസ് അക്കാഡമി ഫെലോഷിപ്പ്. ഉത്തരം ഓപ്ഷൻ എ ലക്ഷ്യ. 50-ാമത്തെ ചോദ്യം. എയ്ഡ്സ് രോഗബാധിതരുടെ കുട്ടികൾക്ക് പഠനസഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി. ഓപ്ഷൻസ് സ്നേഹപൂർവ്വം, സ്നേഹധാര, തണൽ, പ്രതീക്ഷ. ഉത്തരം ഓപ്ഷൻ ബി പ്രതീക്ഷ. ഓരോരുത്തർക്കും എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ള കമൻറ്റ് ചെയ്യുക.
ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.